കമൽ സാറിൻ്റെ കൂടെ ഞാൻ 2 പടമാണ് ചെയ്തത്. ഒന്ന് നമ്മളും ഒന്ന് സ്വപ്നക്കൂട്. കമൽ സാറ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഓരോ പടം കമ്മിറ്റിയപ്പോഴും കമൽ സാറിനെ വിളിച്ച് ചോദിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ കമൽ സാറ് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന പടങ്ങളും ഒക്കെ ഒരു നോക്കുന്ന ആളാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ അപ്പം പറയാം ഞാൻ മറ്റേ പടം കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്, അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. ശരിക്കും കമൽ സാറിൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ നല്ല അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ ഒരു മോനും ഒരു മോളാണ് കമൽ സാറിന്. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് കമൽ സാർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, എൻ്റെ മോളെ പോലെയാണ് നീ എന്ന് പറയാറുണ്ട് എൻ്റെ അടുത്ത് കമൽ സാർ. അത്രയ്ക്ക് ഒരു എന്താ പറയുക, ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ തൊട്ടിട്ട് എനിക്ക് ഞാൻ വലിയൊരു ഡയറക്ടറാണ് അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനവിടെ മാറിയിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എന്താ മാറിയിരിക്കണേ, വാ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. ഡയലോഗ്സ് ഫുൾ പഠിച്ചു. അപ്പോൾ എനിക്ക് തുടങ്ങിയ സമയത്ത് വെച്ചാൽ ഭയങ്കര സ്പീഡാണ് ഞാൻ സംസാരിക്കുമ്പോൾ. ഇപ്പോൾ ഉള്ള സ്പീഡിനേക്കാളും ഒരു 10 ഇരട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ആർക്കും മനസ്സിലാവില്ല, കിടുകിട് അതങ്ങ് തീരും. അപ്പോൾ അത് എന്നിട്ട് കമൽ സാറിന് ഒന്നും മനസ്സിലാവില്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കമൽ സാർ എന്നിട്ട് 2 പേജ് ഡയലോഗൊക്കെ കൊണ്ടിട്ട് ഇത് പഠിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ ഞാൻ പഠിച്ചിട്ട് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു തീർക്കും. കമൽ സാർ നീ ഇത് മുഴുവൻ പറഞ്ഞു, ഞാനത് മുഴുവൻ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഇതുണ്ടായിരുന്നു എനിക്ക്. അത് ഇപ്പോഴും ഉണ്ട് കുറേശ്ശെ, അതെനിക്ക് കുറേശ്ശെ മാറ്റണം. അപ്പോൾ കമൽ സാറാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ സ്പീഡ് കാരണം തൃശ്ശൂരിലത്തെ ആൾക്കാർ മാത്രമല്ല സിനിമ കാണുന്നത്, എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളൊരു ഇത്. അങ്ങനെയാണ് ഞാൻ പതുക്കെ അത് ഇഞ്ചക്ട് ചെയ്ത് അതിങ്ങനെ മാറ്റാൻ ശ്രമിച്ചത്. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ അസൂയ, ആ കാഞ്ചന ചേച്ചിക്ക് പ്രത്യേകിച്ചും. എന്റെ ദൈവമേ, ഇതെങ്ങാനോ അതറിഞ്ഞ അത് നാട് മുഴുവൻ നടന്ന് പാട്ടാക്കും. നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി, അല്ലേ ശിവണ്ണ? അപ്പൊ അതല്ലേ ചാമണ്ണം പറഞ്ഞത്. ഫസ്റ്റ് സോങ് ഇത് കാത്തൊരു മഴയത്ത് സോങ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഡാൻസ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡാൻസ് മാസ്റ്റർ അന്ന് ശാന്തി മാസ്റ്റർ ആയിരുന്നു. ശാന്തി മാസ്റ്ററിനെ വന്നപ്പോൾ തന്നെ എനിക്ക് പേടിയായി കണ്ടപ്പോൾ. കാരണം ഭയങ്കര ഗൗരവത്തിൽ വന്നിട്ട് എന്താണ് തമിഴ് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ തമിഴ് അറിയില്ല. അപ്പോൾ വന്നിട്ട് ആ പുതിയ കുട്ടിയാണല്ലേ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മോ ഭയങ്കര ജാടയായിരിക്കുമല്ലോ എന്ന്. എന്നിട്ട് പക്ഷേ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. ഞാൻ പിന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അങ്ങനെ അവർ പറഞ്ഞെന്ന പോലെയൊക്കെ തന്നെ ചെയ്തു. അങ്ങനെ അതൊരു നൈറ്റ് സീക്വൻസ് ആയിരുന്നു. എനിക്കെല്ലാം ഒരു ത്രില്ലായിരുന്നു. അപ്പോൾ ആദ്യ നായകൻ ജിഷ്ണു ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു നായകൻ എന്നുള്ള സംഭവം അതിനകത്ത് ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ജിഷ്ണു ചേട്ടനോട് എനിക്ക് അതിനകത്തൊരു ചെറിയ ക്രഷ് പോലെ ഉണ്ട്, ഒരിഷ്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ജിഷ്ണു ചേട്ടൻ ഒരിക്കലും എന്നോട് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്ന ഒരു സീക്വൻസും ഇല്ല. അങ്ങനെ ഒരു ഡിബേറ്റോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വന്നത് ക്രോണിക് ബാച്ചിലർ ആണെങ്കിലും ഒക്കെയാണ്. ക്രോണിക് ബാച്ചിലറിലും എനിക്ക് ഒരു മുകേഷ് ഏട്ടനായിട്ടുള്ളൊരു പെയറിങ് ഉണ്ടെങ്കിലും അങ്ങനെ ഒറ്റയ്ക്കൊരു പാട്ടോ അങ്ങനെയുള്ള സീക്വൻസ് ഒന്നുമില്ല. മമ്മൂക്കയുടെ അനിയത്തി എന്നുള്ളതായിരുന്നു അതിലത്തെ ഏറ്റവും പ്രൊമിനൻസ് ആ ക്യാരക്ടറിന്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു സോളോ ഹീറോനായിട്ട് ആദ്യമായിട്ട് വന്ന മൂവി CID മൂസയാണ്. അതിലാണ് ഞാനൊരു നായകൻ നായിക ഒരു പാട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം വന്നത്. ഈ നാട്ടിലൊന്നും പണി കിട്ടാണ്ടാ ഇത്രയും ദൂരം പോയത്? കോളേജ് തുറക്കുമ്പോ എന്തൊക്കെ ചെലവാണെന്ന് നിന്റെ വിചാരം? പുസ്തകം വാങ്ങണ്ടേ, നല്ല പാന്റ് ഷർട്ട് വാങ്ങണ്ടേ? കിട്ടുന്നതൊക്കെ ഇങ്ങനെ ചെലവാക്കി കളഞ്ഞോ. ഭാവിയെ പറ്റിയൊരു വിചാരം വേണ്ട. ആരുടെ ഭാവിയെ പറ്റി? ഓരോരുത്തർക്കുണ്ടല്ലോ ഓരോരോ ഭാവി. ആ ഭാവിയെ പറ്റി. ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ ശിവ? പോക്ക് കണ്ടിട്ട് എങ്ങോട്ടും പോവും. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞത് ഞാൻ നമ്മളിൽ കരഞ്ഞിട്ടില്ല. ക്രോണിക് ബാച്ചിലറിലാണ് ക്രോണിക് ബാച്ചിലറല്ല ഞാൻ നമ്മൾ കഴിഞ്ഞാൽ സിബി സാറിൻ്റെ പടം ചെയ്തിട്ടുണ്ട്, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്ന് പറഞ്ഞിട്ട്. മറ്റേ സിബി സാറിൻ്റെ ഒരു മൂവി അത് റിലീസ് ആവാനൊക്കെ ഒരുപാട് ലേറ്റായി. പിന്നെ കിസാൻ എന്ന് പേര് മാറ്റി. ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് കരഞ്ഞത്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഗ്ലിസറിൻ ഇടുമ്പോൾ സിബി സാർ എല്ലാവരും വെയിറ്റിംഗാണ്. നീ നമ്മളിൽ കരഞ്ഞിട്ടില്ലല്ലോ? ഞാനില്ല കരഞ്ഞിട്ടില്ല. ഗ്ലിസറിൻ ഇടും കേട്ടോ അത് പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ് ഇവർ. ഞാനിങ്ങനെ ഗ്ലിസറിൻ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്ലിസറിൻ ഇടുമ്പോൾ ഭയങ്കര നീറ്റലാണ്. അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ കടന്ന് ചാടി മറിഞ്ഞ് കണ്ണ് തുറക്കാൻ പറ്റണില്ല, എനിക്ക് അത് ലൈറ്റ് നോക്കാൻ പറ്റണില്ല, ഭയങ്കര പ്രശ്നം. ഇവരിടുന്ന ചിരിയോട് ആദ്യത്തെ ഡബ്ബിങ് നമ്മൾ തന്നെയാണ്. നമ്മൾ ഡബ്ബിങ്ങിന് എനിക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ അതേപോലത്തെ വർത്തമാനമായിരുന്നു നമ്മളിൽ. അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് പടത്തിൽ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഒരു വള്ളുവനാടൻ രീതിയിൽ അതെയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കത് പരിചയമില്ല. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടർ തന്നെയാണ്. ഞാൻ തൃശ്ശൂർ ഭാഷയിൽ കലബല സംസാരിക്കുന്ന അതേ ക്യാരക്ടർ രൂപം മാത്രം മാറ്റം. ഇന്നലെ വരുന്നു വിചാരിച്ച ചാളക്കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറപ്പുണ്ടാക്കി തരാട്ടാ. ഇവളുടെ ഭരണത്തിന് കൂടുണ്ടല്ലോ ശിവ, എനിക്കതത്ര പിടിക്കുന്നില്ല. ഇയാൾക്ക് പിടിക്കണ വേറെ ചിലരുണ്ട് ഇവിടെ, ഇല്ലേ ശിവണ്ണ? കൊച്ചിനിൽ വന്നിട്ട് ആണ് ഞാൻ ഫസ്റ്റായിട്ട് സിനിമ കണ്ടത്. അത് ഇവിടെ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തപ്പോൾ എൻ്റെ സീൻസ് മാത്രം ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കൊച്ചിയിൽ വന്നിട്ട് കണ്ടപ്പോൾ കവിതയിലോ മറ്റോ ആയിരുന്നു നമ്മൾ.
ഞാൻ ജിഷ്ണു ചേട്ടൻ സിദ്ധു ചേട്ടനൊക്കെ പോയി പടം കണ്ടിട്ട് പടം കഴിഞ്ഞിട്ട് ഇറങ്ങി ജിഷ്ണു ചേട്ടനെ സിദ്ധു ചേട്ടനെ ആൾക്കാരുടെ അടുത്ത് പൊന്തിച്ചിട്ട് ഭയങ്കര ബഹളം കയ്യടി. ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ മൈൻഡ് ചെയ്യില്ല. എന്നെ ഉന്തി മാറ്റിയിട്ടൊക്കെ ആൾക്കാർ പോയിട്ട് ജിഷ്ണു ചേട്ടൻ സിദ്ധു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സങ്കടമായിട്ടോ ഞാനിങ്ങനെ വിചാരിക്കുക ഞാൻ എന്തിനും ഇതൊക്കെ സ്വപ്നം കണ്ടു, ഒന്നുമില്ല, ആർക്കും മൈൻഡാണ്. എന്നെ ഉന്തി മാറ്റിയിട്ടൊക്കെ എന്താ വന്നിക്കുന്ന മാറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉന്തി മാറ്റിയിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞാൻ ഇവരെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി ബഹളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പടത്തിൽ കറുത്തിട്ടുള്ളൊരു കുട്ടി അഭിനയിച്ചിട്ടില്ലേ, ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് പറയൂട്ടോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ ബൾബ് എത്തിയ പോലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കണേ. കാരണം അപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. അപ്പോൾ സിദ്ധു ചേട്ടൻ പറയാ ഈ കുട്ടിയാട്ടോ ആ കുട്ടി. അപ്പോൾ ആ ബഹളം ഒന്ന് പെട്ടെന്നൊന്ന് നിന്നു. അപ്പം എന്നെ എല്ലാവരും നോക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ആർക്കും വിശ്വാസം ഈ കുട്ടിയാണ് ആ കുട്ടി. അപ്പം ഞാൻ അതേന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ തന്നെയാണ്. കാരണം അതേ സൗണ്ട്, അതേ ഭാഷ, അതേ തൃശ്ശൂർ. അപ്പോൾ അവനെ ഈ കുട്ടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് അടുത്ത പടം കിട്ടും, അല്ലെങ്കിൽ അതിനടുത്ത പടം കിട്ടും. പിന്നെ ഞാൻ കുറച്ച് പടങ്ങളിൽ അഭിനയിക്കും, തമിഴിൽ അഭിനയിക്കും, തെലുങ്കിൽ അഭിനയിക്കും, കന്നഡത്തിൽ അഭിനയിക്കും. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു ദൈവാനുഗ്രഹം പോലെ ഒരുപാട് നല്ല പടങ്ങൾ കിട്ടി, നല്ല ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ക്യാരക്ടേഴ്സ് കിട്ടി. ഇത്രയും കാലമായിട്ട് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം അതൊക്കെ ഒരു എക്സ് ഫാക്ടറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എല്ലാം എൻ്റെ കഴിവാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. എന്നേക്കാൾ നന്നായി അഭിനയിക്കുന്ന, എന്നേക്കാൾ നല്ല സൗന്ദര്യമുള്ള എത്രയോ പേരുണ്ട് പുറത്ത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ദൈവത്തിനോടും എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.